ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ടൗണിനോട് ചേർന്നുള്ള ഭൂതംകോട്ടുകുളം പരിസരത്തെ മദ്യപാനം. റൈറ്റ് വിഷൻ വാർത്തകളോട് പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോന്ന കുളം ദേവസ്വം ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ ഗതിയിലേക്ക് മാറിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോപാലകൃഷ്ണനും വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖും പറഞ്ഞു. ചേലക്കര ടൗണിൽ നിന്ന് മെമ്പറായിരുന്നു. ആ മെമ്പറായിരുന്ന കാലത്താണ് ഭൂതംകോട്ടുകുളം മാലിന്യ കൂടാരവും മാലിന്യം മൂടിയും അതുപോലെ തന്നെ പച്ചപ്പ് കൊണ്ടും പായൽ വന്നിട്ടും നിറഞ്ഞ് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്ത് നാറുന്നൊരവസ്ഥയായി ഉണ്ടായിരുന്നു. അവിടുത്തെ ആ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി വളരെ കൃത്യമായി എല്ലാം ക്ലീൻ ചെയ്ത് 3 ടൈപ്പ് മത്സ്യം അതിലിട്ട് നമ്മൾ പിന്നൊരു പായലും ഒന്നും വരാതെ വളരെയധികം ഭംഗിയായിട്ടാണ് അതിനെ നമ്മൾ കൊണ്ടു നടന്നത്. ആ കുളം നവീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് ആ കുളത്തിൻ്റെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് അവിടെ ഒരു ബോർഡ് കൊണ്ടു വെച്ചത്. അതുകൂടാതെ ഞാൻ ഏകദേശം 12 ലക്ഷം രൂപയോളം അത് അവിടെ ഈ കുളത്തിൻ്റെ 4 പുറം കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയാതെ പോയത് ദേവസ്വം അവകാശപ്പെടുകയാണ്, ദേവസ്വത്തിൻ്റെ കുളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മളൊരു വിശദീകരണം പലപ്പോഴും ചോദിച്ചെങ്കിലും അതിന് കൃത്യമായ മറുപടിയൊന്നും കിട്ടിയില്ല. ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ കുളവുമായി ബന്ധപ്പെട്ട പലതും ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തരം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അത് പൊതുസമൂഹം കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുണ്ട്, എത്രയോ ജനങ്ങൾ അതിൽ നടന്നു പോകുന്നതാണ്. ഈ നടന്നു പോകുന്നവരും കാണുന്നവരും അവിടെ മത്സ്യം പിടിക്കുമ്പോഴോ അവിടെ കള്ളു കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കഞ്ചാവ് ഉൾപ്പെടെ അവിടെ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോഴോ ഇതൊന്നും കാണുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് നടിച്ച് സമൂഹം ഒരിക്കലും പോകരുത്. കാണുമ്പോൾ തീർച്ചയായും അത് അപ്പോൾ ഒന്നെങ്കിൽ അധികാരികളെ അറിയിക്കുകയോ അല്ലെങ്കിൽ സ്വയം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ആ പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കണം ജനം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വാർത്തയുടെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹ്യവിരുദ്ധ ശല്യം കുറയ്ക്കാനായി ചേലക്കര പോലീസിനോട് പെട്രോളിംഗ് ഗ്രൂപ്പുകളിൽ പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താൻ നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് സമിതി പറഞ്ഞു. പോലീസിനെ കൊണ്ട് അത് നാളുകളിൽ അത്തരം പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവാതിരിക്കാനുള്ള നടപടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ നടപ്പിലാക്കും. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.